നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബാഗിൽ ബോംബുണ്ടെന്ന് സഹയാത്രികൻ പറയുന്നത് കേട്ടതായി യാത്രക്കാരി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള എയർ വിസ്താര വിമാനത്തിൽ പരിശോധന. വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ വിമാനം മുംബൈയിലേക്ക് പറന്നത് 2 മണിക്കൂർ വൈകി. സംഭവവുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകാനെത്തിയ യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇയാളെ പിടികൂടുകയാണ് ചെയ്തത്. വിമാനത്താവളത്തിൽ വെച്ച് അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നതിനിടെ യുവാവ് ബോംബ് എന്ന വാക്ക് പറഞ്ഞുപോയി. പിന്നീട് 2 മണിക്കൂർ ന്യൂഡൽഹി വിമാനത്താവളത്തിൽ നടന്നത് നാടകീയ രംഗങ്ങൾ തന്നെ. ദുബായിലേക്ക് പോകാനായി ഡൽഹി മുംബൈ കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനിരുന്ന യുവാവ് ഫോണിൽ ബോംബെന്ന് പറയുന്നത് തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീ കേട്ടതാണ് പ്രശ്നമായത്. ഇതിന്റെ പേരിലാണ് വിസ്താര ഫ്ലൈറ്റ് 2 മണിക്കൂറോളം നേരം സർവീസ് നടത്താൻ താമസിച്ചത്. വിമാനം കാത്തിരുന്ന യുവാവ് വിമാനത്താവളത്തിൽ വെച്ച് നാട്ടിലുള്ള തന്റെ അമ്മയെ ഫോൺ ചെയ്തതോടെയാണ് സംഭവങ്ങൾ ആരംഭിക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയുടെ കാര്യം അമ്മയോട് പറയുകയായിരുന്നു യുവാവ്. തന്നുവിട്ട തേങ്ങ CISF ഉദ്യോഗസ്ഥൻ ബോംബായിട്ടാണ് കണ്ടതെന്ന് തോന്നുന്നുവെന്നും തന്നെ കൊണ്ട് അത് ഉടൻ മാറ്റിച്ചുവെന്നും യുവാവ് ഫോണിലൂടെ അമ്മയോട് പറഞ്ഞു. യുവാവിന്റെ അടുത്തിരുന്ന മറ്റൊരു യാത്രക്കാരി ഈ ഫോൺ സംഭാഷണം കേൾക്കുകയും ബോംബ് എന്ന വാക്കുകേട്ട് പരിഭ്രാന്തയാകുകയും ചെയ്തു. CISFകാർക്ക് എൻ്റെ ബാഗിലെ ബോംബ് കണ്ടെത്താനായില്ല എന്ന് ഇയാൾ പറഞ്ഞെന്നാണ് ജീവനക്കാരിയുടെ മൊഴി. വിമാന ജീവനക്കാർ ഉടൻ തന്നെ ഇക്കാര്യം വിമാനത്താവള അധികൃതരെയും CISFനെയും അറിയിച്ചു. തുടർന്ന് അടിയന്തര സുരക്ഷാ യോഗം വിളിച്ച് വിമാനം പരിശോധിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. യുവാവിനെയും ലഗേജുകളും പരിശോധിച്ചു. ഏറെ നേരത്തെ പരിശോധനയ്ക്കിടയിലാണ് ബോംബ് ഇല്ല എന്ന് അധികൃതർ മനസ്സിലാക്കുന്നത്. വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്ന് കണ്ടെടുത്ത തേങ്ങ ഇതുവല്ല ബോംബുമാണോ എന്ന സംശയം മൂലം കൊണ്ടുപോകാൻ അധികൃതർ അനുവദിച്ചില്ല എന്നാണ് ഇയാൾ ഫോണിലൂടെ അമ്മയോട് പറഞ്ഞതെന്ന് പോലീസ് വിശദീകരിച്ചു. അപ്പോഴേക്കും യുവാവ് യാത്ര ചെയ്യാനിരുന്ന ഡൽഹി മുംബൈ കണക്ഷൻ വിമാനം 2 മണിക്കൂറോളം താമസിച്ചു കഴിഞ്ഞിരുന്നു. കസ്റ്റഡിയിലെടുത്ത യാത്രക്കാരനെ പിന്നീട് ഡൽഹി പോലീസിന് കൈമാറി. ബോംബ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചതോടെ 163 യാത്രക്കാരുമായി വിമാനം 2 മണിക്കൂർ വൈകി 6:45 മുംബൈയിലേക്ക് പോയി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.